ഈ ചിത്കുൾ വില്ലേജിലെ അതിമനോഹരമായ കാഴ്ചകളിലൊന്ന് നമുക്കിപ്പോഴും ഒരു വിസ്മയമായി തോന്നുന്ന ഒരു കാഴ്ച അവിടെയുള്ള ഒരു പൊടിമില്ലാണ്, ഒരു ഫ്ലോർ മില്ല്. ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് ഐസ് ഒഴുകിയെത്തുന്ന ഒരു അരുവിയുണ്ട്. അതിശക്തമായി താഴേക്കൊഴുകുന്ന ആ അരുവിയെ ഒരു ഭാഗത്ത് വഴി തിരിച്ചുവിട്ട് അതിന് മുകളിലായി ഈ മരം കൊണ്ടവർ ഒരു മില്ല്, ഒരു ഫ്ലോർ മില്ല് തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്നു. അതിനടിയിൽ അവർ ഒരു ടർബൈൻ ഘടിപ്പിച്ചിരിക്കുന്നു. ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ടർബൈൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ സമയം അതിൻ്റെ മുകളിൽ 2 കല്ലുകൾ ചേർത്ത് വച്ചിരിക്കുന്ന അരകല്ല് സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അതിലേക്ക് ധാന്യങ്ങൾ ഇട്ട് കൊടുത്താൽ അത് പൊടിയായി പുറത്തേക്ക് വരും. അതായത് വൈദ്യുതി പോലും ആവശ്യമില്ലാതെ 1 നൂറ്റാണ്ടിനപ്പുറം പഴക്കമുള്ള ഒരു പൊടിമില്ല്, ഒരു ഫ്ലോർ മില്ലാണത്. ഈ ഗ്രാമത്തിലുള്ള എല്ലാ വീട്ടുകാർക്കും പൊതുവായിട്ടുള്ള ഒരു ഫ്ലോർ മില്ലാണത്. ഏതാണ്ട് എല്ലാ സമയങ്ങളിലും അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആവശ്യമില്ലാത്ത സമയത്ത് അരുവിയിലെ വെള്ളം വഴി തിരിച്ചു വിടും. ഇങ്ങനെ ആ മില്ലിൽ പൊടിച്ചെടുക്കുന്ന ധാന്യങ്ങൾ യഥാർത്ഥത്തിൽ അന്നന്നത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള വകുപ്പ് മാത്രമല്ല, മറിച്ച് മഞ്ഞ് മൂടിക്കിടക്കുന്ന 6 മാസത്തിലപ്പുറം സമയം ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ശേഷിപ്പുകൾ കൂടിയാണത്. അതുകൊണ്ട് തന്നെ ചാക്കിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഈ ധാന്യങ്ങൾ അവർ പിന്നീട് അവരുടെ ആവശ്യത്തിന് വേണ്ടി സംഭരിച്ചു വച്ചിരിക്കും. ഇങ്ങനെ ധാന്യങ്ങൾ സംഭരിച്ച് വെക്കാൻ വേണ്ടി മാത്രം ചിത്കുൾ ഗ്രാമത്തിൽ ഒട്ടേറെ പത്തായപ്പുരകളുണ്ട്. മനോഹരമായ ഈ പത്തായപ്പുരകൾ തടി കൊണ്ട് നിർമ്മിച്ച് അതിന് ചെറിയ കിളിവാതിലുകളും വാതിലുകളുമൊക്കെ കൊടുത്ത് അതിനകത്ത് ചാക്കിൽ കെട്ടി ധാരാളമായി ധാന്യങ്ങൾ സംഭരിച്ചു വെക്കും. എല്ലാ വീട്ടുകാർക്കും 1 or 2 പത്തായപ്പുരകളൊക്കെ കാണും. അതും ഈ പൈൻമരത്തടികൾ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിത്കുൾ ഗ്രാമത്തിൽ വെറുതെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളൊരു നൂറ്റാണ്ടപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നത് പോലെ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഉണ്ടാകുന്നത്.